നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 23, 2025 ചൊവ്വ. അങ്ങനെ നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണെങ്കിലും തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലുണ്ടായ അതിശക്തമായ നേട്ടത്തിന് ശേഷം തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നേരിയ നേട്ടത്തോടുകൂടി തന്നെ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്നും നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ നിഫ്റ്റിയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസുകളിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാത്രവുമല്ല, ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് 26,200 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം ആരംഭിക്കുവാനും സാധിച്ചു. മാർക്കറ്റ് ഓപ്പണായി ഉടനടി തന്നെ ഇടിവ് അനുഭവപ്പെടുകയുണ്ടായി. എങ്കിലും രാവിലെ 9:45 26,119 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് റിക്കവർ ആകാൻ സാധിക്കുകയുമുണ്ടായി. മാത്രമല്ല, രാവിലെ 10 മണിക്ക് ശേഷം തുടർന്ന് ഇന്നത്തെ മാർക്കറ്റിന്റെ ഭൂരിഭാഗം സമയത്തും 26,160, 26,190 എന്നീ റേഞ്ചുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള വ്യാപാരമായിരുന്നു നിഫ്റ്റിയിൽ ദൃശ്യമായതും. എങ്കിലും ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:20 26,233 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടതിന്റെ ഫലമായി 4 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 26,177 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാനുമായി. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം സെൻസെക്സിന് 42 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്കും 4 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായി വന്നു. ഇന്നും നിഫ്റ്റിക്ക് തുടരുവാൻ സാധിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,651 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ 1,194 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കോൾ ഇന്ത്യ, ശ്രീറാം ഫൈനാൻസ്, അൾട്രാടെക് സിമെന്റ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഇൻഫോസിസ്, ഭാരതി എയർടെൽ, സിപ്ല, ടെക് മഹേന്ദ്ര, അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നലെ തിങ്കളാഴ്ചയും എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ ഇന്ന് IT, ഹെൽത്ത് കെയർ, PSU ബാങ്ക്, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.3% മുതൽ 1% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ മീഡിയ ഇൻഡെക്സിന് 1% നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം മെറ്റലിന് 0.4% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. കൂടാതെ അവസാന 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് 2% ഉയർച്ച രേഖപ്പെടുത്തിയ ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഇന്ന് ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.4% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് പല ഘട്ടത്തിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ ഫ്ലാറ്റായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. വെള്ളിയാഴ്ചയും തുടർന്ന് തിങ്കളാഴ്ച ഇന്നലെയും 89.65 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് 1 പൈസയുടെ നഷ്ടത്തോടുകൂടി 89.66 എന്ന ലെവലിൽ ഫ്ലാറ്റായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഇന്നും നിഫ്റ്റിയെ നേരിയതാണെങ്കിലും ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കും മാത്രമല്ല തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിൽ നേട്ടം തുടരുവാനും ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഈ ആഴ്ചയുടെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായ ഇന്നലെ US മാർക്കറ്റിൽ S&P 500-ന് 1% നേട്ടം കൈവരിച്ചുകൊണ്ട് അതിന്റെ റെക്കോർഡ് ഹൈയുടെ അടുത്തായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. മാത്രമല്ല നാസ്ഡാക്കിനും ഇന്നലെ 0.5% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിലും ഏഷ്യൻ മാർക്കറ്റ്സിലും പ്രകടമായിരുന്നു. തൽഫലമായി പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെയും നേട്ടത്തിൽ തുടരുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ വീക്കെൻഡിൽ US വെനസ്വേലയുടെ ഒരു എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം അതിശക്തമായ ഉയർച്ചയും ദൃശ്യമായി. എങ്കിലും ഇന്നത്തെ ഇന്ത്യൻ വിപണിയുടെ വ്യാപാര സമയത്ത് നേരിയ തോതിലാണെങ്കിലും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന ഇടിവ് ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇന്നുൾപ്പെടെ തുടർച്ചയായി 6 ട്രേഡിംഗ് സെക്ഷനായിട്ട് ഇന്നും ഇന്ത്യ വിക്സിൽ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 3.2% ക്ലോസിംഗ് ബേസിസിൽ. തൽഫലമായി 9.37 എന്ന ലെവലിലേക്കും ഇന്ത്യ വിക്സ് എത്തിച്ചേരുകയുണ്ടായി. ഇന്നും ഇന്ത്യ വിക്സിൽ തുടർന്ന ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിലുള്ള
ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ കൺക്ലൂഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്ററായ പീയൂഷ് ഗോയലിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാറുകളുടെ മുകളിലുള്ള ചർച്ചകൾ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നു എന്നുള്ള സൂചനകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്നലെ മുതൽ മാർക്കറ്റിലും നിക്ഷേപകരിലും ഉടലെടുത്ത ആത്മവിശ്വാസം ഇന്നും മാർക്കറ്റിലും നിക്ഷേപകരിലും തുടർന്നതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇന്ന് മാർക്കറ്റ് ഓപ്പണായി ഉടനടി തന്നെ നേരിയ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും പല നിക്ഷേപകരും ഇത് നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് തന്നെ പല ക്വാളിറ്റി സ്റ്റോക്സുകളിലും ഇന്ന് വാല്യൂ ബൈയിങ് നടത്തുകയുണ്ടായി. തൽഫലമായി ഇന്ന് മികച്ച സ്റ്റോക്കുകളിലും സെക്ടേഴ്സിലും ഉടലെടുത്ത വാല്യൂ ബൈയിങ്ങും ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ സഹായത്താലാണ് നേരിയതാണെങ്കിലും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നേട്ടത്തോടുകൂടി തന്നെ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 91 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടിയും വ്യാപാരത്തിൽ തുടരുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് നിലവിൽ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ജപ്പാൻ, ഹോങ്കോങ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഗോൾഡിന്റെ വില നിലവിൽ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുമുണ്ടായി. 4484.98 US$ പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടരുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റൈറ്റ്സ് ലിമിറ്റഡ് ഡീസൽ ഇലക്ട്രിക് ലോക്കോമീറ്ററുകൾ വിതരണം ചെയ്യുന്നതിനായി ദക്ഷിണാഫ്രിക്കൻ കമ്പനിയിൽ നിന്ന് 318 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. KHS ഇന്റർനാഷണൽ ദുർബലമായ വിപണി അരങ്ങേറ്റത്തിൽ ഓഹരികൾ ഇന്ന് IPO വിലയേക്കാൾ 4% നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. കോൾ ഇന്ത്യ കമ്പനിയുടെ സബ്സിഡറിയായ ഭാരത് കോക്കിംഗ് കോൾ 130 കോടി രൂപയുടെ IPO ആസൂത്രണം ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. തമിഴ്നാട് പെട്രോ പ്രോഡക്ട്സ് ഹെവി കെമിക്കൽസ് ഡിവിഷന്റെ വികസനം 150 ടൺ പെർ ഡേയിൽ നിന്നും 250 ടൺ പെർ ഡേ ആയി ഏകദേശം പൂർത്തിയായി. വിപുലീകരണ പ്രവർത്തനങ്ങൾക്കായി 2025 ഡിസംബർ 23 മുതൽ, അതായത് ഇന്ന് മുതൽ 6 മുതൽ 7 ആഴ്ചത്തേക്ക് പ്ലാന്റ് അടച്ചും പൂട്ടും. സോമ പേപ്പേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ സബ്സിഡറിയായ KS സ്മാർട്ട് സൊല്യൂഷൻസിന് പഞ്ചാബ് സർക്കാരിൽ നിന്ന് 172.65 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. ഓറിയന്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ സബ്സിഡറിക്ക് 6.2 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചു. LT ഫുഡ്സ് പുതിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് രായ്ചൂർ കർണാടകയിൽ കമ്പനി സെറ്റപ്പ് ചെയ്യുകയാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.